കണ്ണൂർ സ്വദേശിയായ യുവ വ്യവസായിക്ക് നേരെ ആലപ്പുഴയിൽ ഗുണ്ടാസംഘം തോക്കു ചൂണ്ടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. പരാതി പിൻവലിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെന്നായിരുന്നു ആരോപണം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷമാണ് സംഭവത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. ഇപ്പോഴിതാ ആ കേസിൽ CPM ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ സെക്രട്ടറിയെയും പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നു. സംഭവത്തിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് പോലീസിന്റെ നടപടി. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കണ്ണൂരിലെ വ്യവസായിക്ക് നേരെ ആലപ്പുഴയിൽ ഗുണ്ടാസംഘം തോക്കു ചൂണ്ടിയ കേസിൽ അന്വേഷണം നീളുന്നത് ചില CPM നേതാക്കളിലേക്കാണ്. കേസിൽ CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്തു. കേസിലെ മുഖ്യപ്രതികളും രാധാകൃഷ്ണനുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻദാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കണ്ണൂരിൽ നിന്നും ദേശീയപാത നിർമ്മാണത്തിനായി ആലപ്പുഴയിലെത്തിയ യുവ വ്യവസായി അഭിഷേകിനെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ CPM കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പട്ടണക്കാട് CAയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇന്ന് രാവിലെ ഹെബിനെ ചോദ്യം ചെയ്തത്. വൈകിട്ടോടുകൂടി രാധാകൃഷ്ണനെയും ഇവർ ചോദ്യം ചെയ്യുകയായിരുന്നു. 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുപോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസിലേക്ക് ഇവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലെ മുഖ്യപ്രതികളായ അനൂപും ഒപ്പം തന്നെ മനോജുമായി ഈ 2 പേരും, അതായത് ഹെബിനും രാധാകൃഷ്ണനും ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ CDR രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഇവരിൽ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് 2 പേരെയും ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പ് ആലപ്പുഴ മാരാരിക്കുളത്താണ്. മാരാരിക്കുളത്ത് അഭിഷേക് പുലർച്ചെ 3:30 സഞ്ചരിക്കുന്നതിനിടയിൽ അഭിഷേകിന്റെ കാറ് മാരാരിക്കുളത്ത് വെച്ച് തടയപ്പെടുകയും തോക്കു ചൂണ്ടി കേസിലെ മുഖ്യപ്രതിയായ അനൂപും 2ാം പ്രതിയായ മനോജും അഭിഷേകിനെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ സംഭവത്തിലേക്ക് നയിച്ചത് അഭിഷേകും ഈ കേസിലെ 1ാം പ്രതിയായ അനൂപും 2ാം പ്രതിയായ മനോജും തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഭിഷേകുമായി ചേർന്ന് അനൂപിന്റെ ഭാര്യയും ഒന്നിച്ച് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനി പാലക്കാട് ഡാമിൽ നിന്ന് മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കരാറിൽ അഭിഷേകിനെ ഒതുക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. തുടർന്ന് അഭിഷേക് ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംഭവം മാരാരിക്കുളത്ത് വെച്ചുണ്ടായത്. ആദ്യഘട്ടത്തിൽ മാരാരിക്കുളം പോലീസിനെ, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം മാരാരിക്കുളത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ അഭിഷേക് കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് എത്തുന്നത്. അവിടെ നിന്ന് മാരാരിക്കുളം പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അനൂപും മനോജുമാണെങ്കിൽ ഈ കേസിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ ഒരു ഉപദേശം മാരാരിക്കുളം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് വലിയ വിവാദമാവുകയും പിന്നീട് അഭിഷേക് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി, ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇടപെടലിനെ തുടർന്നുമാണ് ഈ കേസ് വീണ്ടും തലപൊക്കി വരുന്നത്. പിന്നീട് മാരാരിക്കുളം പോലീസിൽ നിന്നും പട്ടണക്കാട് SHO സനലിലേക്ക് അന്വേഷണ ചുമതല ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ കേസിലെ നിർണായക തെളിവായ തോക്ക് മുഖ്യപ്രതിയായ അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തോക്ക് ഈ കൃത്യത്തിൽ ഉപയോഗിച്ച തോക്കാണോ എന്നതിനെ സംബന്ധിച്ച് പോലീസിന് സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ തോക്കല്ല ഉപയോഗിച്ചത് എന്ന് അഭിഷേകും, അതായത് പരാതിക്കാരനായ അഭിഷേകും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തോക്കിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. ഇതിനു മുമ്പ് മാരാരിക്കുളത്ത് നടത്തിയ ഒരു DYFIയുടെ പ്രകടനത്തിനിടയിൽ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരുന്നു. ഒപ്പം തന്നെ ഈ നേതാക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി വരുന്നു. ഈ CPM നേതാക്കളെ സംബന്ധിച്ച് CPM നേതാക്കന്മാരും ഗുണ്ട മാഫിയയും ഒപ്പം പോലീസും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 2 ആലപ്പുഴയിലെ പ്രധാന CPM നേതാക്കന്മാരായ രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹിബിനെയും പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളിൽ മിക്കപ്പോഴും ഇരകളാകുന്നത് നിരപരാധികളായ കുട്ടികളാണ്. പങ്കാളിയെ തോൽപ്പിക്കാൻ കുട്ടികളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ സംഭവം എറണാകുളം വരാപ്പുഴയിലാണ്. ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ്
മലപ്പുറം സ്വദേശി ഷെരീഫ് 4 വയസ്സുകാരനായ മകനെ കൊന്ന ശേഷം ജീവനൊടുക്കിയത്. മലപ്പുറം സ്വദേശി ഷെരീഫ് 4 വയസ്സുകാരനായ ഹിലാൽ എന്നിവരെ മണ്ണംതുരുത്തിയിലെ വാടക വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുൻപ് ഷെരീഫ് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭാര്യയ്ക്ക് മൊബൈൽ സന്ദേശം അയച്ചിരുന്നു. പിന്നീട് ഭാര്യ ഫോണിൽ നിരന്തരം വിളിച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതോടെ വീട് വാടകയ്ക്കെടുത്ത് നൽകിയ ആൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഷെരീഫ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കുടുംബ പ്രശ്നമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്ന സംശയത്തിലാണ് പോലീസ്. 3 ആഴ്ചകൾക്ക് മുൻപാണ് ഷെരീഫും മകനും വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചത്. സംഭവത്തിൽ വരാപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 കൊച്ചി. മദ്യത്തിനും ലഹരിമരുന്നിനും അടിമപ്പെട്ട ചിലർ പൊതുസമൂഹത്തിന് വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. ലഹരിയുടെ അതിരുകടന്ന ഉപയോഗം തിരിച്ചറിവും നഷ്ടപ്പെടുത്തും. കൊട്ടാരക്കരയിൽ സുരക്ഷാ ജീവനക്കാരിയോട് അതിക്രമം കാണിച്ച യുവാവും മാരക ലഹരിമരുന്നിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. പ്രതിയെ പോലീസ് പിടികൂടിയത് സാഹസികമായാണ്. കൊട്ടാരക്കര നഗരസഭ പാർക്കിംഗ് ഏരിയയിലെ സുരക്ഷാ ജീവനക്കാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ലഹരിക്കടിമയായ യുവാവ് ഉച്ചയോടെ സുരക്ഷാ ജീവനക്കാരിയെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്ന് നഗരമധ്യത്തിൽ നിന്ന് ഉച്ചത്തിൽ അസഭ്യം പറയുകയും യാത്രക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഉച്ച മുതലേ ഇവൻ കിടന്ന പ്രശ്നം ഇവിടെ ഒരു വണ്ടിക്കാരനോട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അങ്ങനെ ഇവനെ ഓടിച്ചു വിട്ട്. ഞാൻ പറഞ്ഞു വണ്ടി എന്നിട്ട് ആ വണ്ടി ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ട്. ഞാൻ പറഞ്ഞു ചേട്ടൻ പോകുന്നു പറഞ്ഞ ആ ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ട്. ഇവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവൻ പറയും ആരുടെയും എന്നെ വിളിക്കാൻ എന്നെ തെറിയില്ല. അതേപോലെ അവൻ എന്നെ തെറി വിളിച്ചത്. സമാധാനത്തിൽ നമ്മളെങ്ങനെ ജോലി ചെയ്യും ഇവിടെ ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ ഉണ്ടെങ്കിൽ. കൊട്ടാരക്കര പനവേലി സ്വദേശി സജുവാണ് അതിക്രമം നടത്തിയത്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും ഇയാൾ ജീപ്പിൽ കയറാൻ വിസമ്മതിക്കുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. ഒടുവിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് സാജുവിനെ കസ്റ്റഡിയിലെടുത്തത്. മുൻപ് ഇയാൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ തലയടിച്ചു പൊട്ടിക്കുകയും ആശുപത്രിയിൽ അതിക്രമം കാട്ടുകയും ചെയ്ത കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ല. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിറാജ് വലിയതറ നൽകിയ കേസിലാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതിയിലാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. 2022 നവംബർ 30-ന് 5.99 കോടി രൂപ പറവ ഫിലിംസിന്റെ കടവന്ത്ര ബാങ്ക് അക്കൗണ്ടിലേക്കും 50 ലക്ഷം രൂപ നിർമ്മാതാവായ ഷോൺ ആന്റണിയുടെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും നിക്ഷേപിച്ചു. ഇതിനു പുറമെ 51 ലക്ഷം രൂപ പലപ്പോഴായി പണമായി കൈപ്പറ്റിയെന്നും സിറാജിന്റെ പരാതിയിൽ പറയുന്നുണ്ട്.
കരാർ പ്രകാരം പരാതിക്കാരന് 40 കോടി രൂപ നൽകണം. മുടക്കിയ തുകയോ ലാഭവിഹിതമോ തിരിച്ചു നൽകിയിട്ടില്ലെന്നും സിറാജ് പരാതിയിൽ പറയുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത്. നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിനു മുൻപേ ആദ്യത്തെ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു. 18.65 കോടി രൂപ മാത്രമാണ് സിനിമയ്ക്ക് ചിലവായത്. 22 കോടിയാണെന്ന് കള്ളം പറഞ്ഞു. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിംസ് കമ്പനി തിരികെ നൽകിയിട്ടില്ല. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ല. ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ഹൈക്കോടതി മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ വഞ്ചനാ കേസിന്റെ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. 1 മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത്. നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെയായിരുന്നു മരട് പോലീസ് കേസെടുത്തത്. സ്വന്തം മക്കളോട് പോലും ലൈംഗിക അതിക്രമം കാട്ടുന്ന ചില നീചന്മാരുണ്ട്. അത്തരത്തിലുള്ള 2 പേരെ തിരുവനന്തപുരത്തും മലപ്പുറത്തും ശിക്ഷിച്ചു. മലപ്പുറത്ത് 14-കാരിയെ 3 വർഷത്തോളം ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിൽ പിതാവിന് ഇരട്ട ജീവപര്യന്തവും 38 വർഷം കണ്ണുതടവും പിഴയുമാണ് ശിക്ഷ. പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച ചെങ്കൽ സ്വദേശിയായ 52-കാരനെ നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതി 24 വർഷം കണ്ണുതടവിന് ശിക്ഷിച്ചു. പതിനാലുകാരിയായ മകളെ 3 വർഷത്തോളം ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിലാണ് പിതാവിന് ഇരട്ട ജീവപര്യന്തവും 38 വർഷം കഠിന തടവും 2.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷവും 9 മാസവും കൂടി അധിക തടവ് അനുഭവിക്കണം. 42-കാരനായ പ്രതി 2020 മുതൽ 3 വർഷത്തോളം പലതവണ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കിയെന്നാണ് കേസ്. ജീവപര്യന്തം തടവ് എന്നാൽ പ്രതിയുടെ ജീവിതാവസാനം വരെയാണെന്നും ജീവപര്യന്തത്തിന് മുൻപ് പ്രതി മറ്റ് തടവ് ശിക്ഷകൾ അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. പിഴയടച്ചാൽ 1 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം. ഇരയ്ക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗികമായി ഉപദ്രവിച്ച ചെങ്കൽ സ്വദേശിയായ 52-കാരനെയാണ് നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതി 24 വർഷം തടവിനും 1,10,10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. കുട്ടി കുളിക്കുന്ന വീഡിയോ എടുത്തതിനും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പാറശാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. വിവിധ ബ്യൂറോ. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി PA സലീമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസമാണ് കസ്റ്റഡി കാലാവധി. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. മുഖംമൂടി ധരിക്കാതെയാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി കൊടക് സ്വദേശി PA സലീമിനെ 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കാസർഗോഡ് പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മുഖംമൂടി ധരിക്കാതെയാണ് കോടതിയിൽ എത്തിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കഴിഞ്ഞ ദിവസം സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ച പ്രതിയുടെ മുഖംമൂടി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇയാളുടെ മുഖം ജനങ്ങൾക്ക് കാണണമെന്നായിരുന്നു ആവശ്യം.
ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. DNA പരിശോധനയ്ക്കായി മുടിയുടെയും രക്തത്തിന്റെയും സാമ്പിളുകൾ ശേഖരിക്കും. സംഭവ സമയത്ത് പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ടെടുക്കാനുണ്ട്. കവർച്ച ചെയ്ത സ്വർണ്ണക്കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ജ്വല്ലറി ഉടമ കേസിലെ പ്രധാന സാക്ഷിയാണ്. ഈ മാസം 15-നാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണക്കമ്മൽ കവർച്ച ചെയ്യുകയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തത്. സംഭവത്തിന് ശേഷം പ്രതി കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ പെൺസുഹൃത്തിന് വന്ന കോളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. വെള്ളിയാഴ്ചയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. രാജ്യത്തെയാകെ നടുക്കിയതാണ് ബംഗ്ലാദേശ് MP അൻവറുൽ അസീം അനാറിന്റെ കൊലപാതകം. അസീം അനാറിനെ ഹണി ട്രാപ്പിൽ കുരുക്കി കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. തുടർന്ന് കശാപ്പുകാരന്റെ സഹായത്തോടെ മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ചു. ഈ കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തി. കൊലപാതകം നടന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് 4 കിലോയോളം മനുഷ്യമാംസം കണ്ടെത്തിയത്. ഇത് അസീം അനാറിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ചികിത്സയ്ക്കെന്ന പേരിലാണ് മെയ് 12-ന് അസീം അനാർ കൊൽക്കത്തയിൽ എത്തുന്നത്. പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ലെന്ന് കാണിച്ച് മെയ് 18-ന് കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തെക്കുറിച്ച് പുറംലോകം അറിയുന്നത്. മെയ് 13-ന് ന്യൂ ടൗണിലെ ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് MBA ബംഗ്ലാദേശ് യുവതിയായ ഷിലാസ്തി റഹ്മാൻ പ്രലോഭിപ്പിച്ച് എത്തിക്കുകയും പ്രതികൾ 15 മിനിറ്റിനുള്ളിൽ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊലപ്പെടുത്തിയതിനു ശേഷം അസീം അനീറിന്റെ തൊലി നീക്കുകയും മൃതദേഹം വെട്ടിനുറുക്കുകയും ചെയ്തുവെന്നായിരുന്നു പ്രതികളുടെ മൊഴി. കൊല നടത്തിയ ശേഷം ഫ്ളാറ്റിലെ ശൗചാലയത്തിലൂടെ ഒഴുക്കിക്കളഞ്ഞ മൃതദേഹ അവശിഷ്ടങ്ങളാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തതെന്നാണ് പോലീസ് കരുതുന്നത്. ഫ്ളാറ്റിന് സമീപത്തെ കനാലിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളും അസീം അനാറിന്റെ കുടുംബാംഗങ്ങളുടെ രക്തസാമ്പിളും ശേഖരിച്ച് DNA പരിശോധന നടത്താനാണ് ധാക്ക പോലീസിന്റെ നീക്കം. കശാപ്പുകാരനും ബംഗ്ലാദേശ് സ്വദേശിയുമായ ജിഹാദ് ഹവൽദാറിനെ കൊൽക്കത്ത പോലീസിന്റെ CID സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഷിലാസ്തി റഹ്മാൻ, അമാനുള്ള അമാൻ, ഫൈസൽ അലി എന്നിവരാണ് ബംഗ്ലാദേശിൽ പിടിയിലായിട്ടുള്ളത്. അസീം അനാറിന്റെ സുഹൃത്തായ അക്തർ ഉസ്മാൻ ആണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനായി ഷിലാസ്തി റഹ്മാനെ ഉപയോഗിച്ച് അസീം അനാറിനെ ഹണിട്രാപ്പിൽ കുരുക്കി കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മുമ്പ് 2 തവണ പ്രതികൾ അസീമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ വർഷം ജനുവരി മെയ് കാലയളവിൽ 3 തവണയാണ് അസീം അനാർ ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിൽ എത്തിയിരുന്നത്. ഈ 3 തവണയും പ്രതികൾ MBയെ പിന്തുടർന്നിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. 3-ാം തവണയാണ് പ്രതികൾ കൃത്യം നടപ്പാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലഹരി കച്ചവടത്തിന് പല വഴികളാണ് മാഫിയ പരീക്ഷിക്കുന്നത്. ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ സംഘത്തെ മലപ്പുറം വണ്ടൂർ എക്സൈസ് പിടികൂടി. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ലഹരിമരുന്ന് ആവശ്യപ്പെട്ടാൽ ഉടൻ ലഭിക്കുന്ന സംവിധാനം തയ്യാറാക്കിയായിരുന്നു കച്ചവടം.
ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ നടത്തിയ അന്വേഷണത്തിലാണ് ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ ലഹരി വിൽപ്പന നടത്തിയ പ്രതികൾ വണ്ടൂരിലും തിരൂരിലും വെച്ച് അറസ്റ്റിലായത്. വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിയ ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൌഫൽ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയത്. മറ്റു സംഘാംഗങ്ങൾ ഇവിടെയിരുന്നാണ് ഇടപാടുകാരെ ഡീൽ ചെയ്യുന്നത്. തുടർന്ന് കാളിക്കാവ് റേഞ്ച് എക്സൈസ് സംഘം തിരൂരിലെത്തി സംഘത്തിന്റെ വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുന്ന എടകര സ്വദേശി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 5 കിലോ കഞ്ചാവും കണ്ടെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. കാളിക്കാവ്, കരുവാരംകുണ്ട്, പാണ്ടിക്കാട്, നിലമ്പൂർ, വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം ലഹരിമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു. സംഘത്തിന് ലഹരിമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെട്ടു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. സംഘാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കുപ്രസിദ്ധ മോഷ്ടാവ് സതീഷ് എന്ന റഫീഖ് പോലീസിന്റെ പിടിയിൽ. നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ തൃശൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി മേരികുളത്ത് കഴിഞ്ഞ ജനുവരി 30 മോഷണം നടത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ജനുവരി 30 ഇടുക്കി അയ്യപ്പൻകോവിൽ മേരിക്കുളത്ത് 7 കടകളിൽ മോഷണം നടന്നിരുന്നു. ഈ കേസിൽ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് തൃശൂർ പുളിക്കപ്പറമ്പിൽ സതീഷ് മോഹനൻ എന്ന റഫീഖ് തൃശൂരിൽ മറ്റൊരു കേസിൽ പിടിയിലാവുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് മേരിക്കുളത്ത് മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചത്. ഇതുകൂടാതെ നിരവധി സ്ഥലങ്ങളിലും മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചു. ഇതേ തുടർന്ന് തൃശൂർ പോലീസ് അറിയിച്ചതിനനുസരിച്ച് പ്രതിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. മോഷണം നടത്തേണ്ട ഒരു ജംഗ്ഷൻ, ഒരു അങ്ങാടി കണ്ടെത്തിയാൽ അവിടേക്ക് വളരെ നേരത്തെ വരും. ഒരു 6:30-7 മണി വൈകുന്നേരത്തോടെ എത്തും. ഒരു പിക്കാസ് അല്ലെങ്കിൽ കമ്പിപ്പാറ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കും. അത് കയ്യിൽ വെച്ചിട്ട് ഈ സ്ഥലം നിരീക്ഷിക്കാവുന്ന ഒരു സ്ഥലത്ത് നേരത്തെ ഇരിപ്പുറപ്പിക്കും. എന്നിട്ട് പോലീസ് പട്രോളിംഗ് വാഹനമൊക്കെ വന്ന് പോയതിനു ശേഷം കടകളുടെ ഷട്ടറിൻ്റെ കൂട്ട് പൊളിച്ച് അകത്ത് കയറി പണവും സ്വർണ്ണവും മോഷ്ടിക്കുന്നതാണ് രീതി. അത് CCTVകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ വർക്ക് ചെയ്യാത്ത രീതിയിൽ ആക്കി അല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാത്ത രീതിയിൽ ചെയ്യും. ഇനി അഥവാ കാണാത്ത ഏതെങ്കിലും CCTV കടയിൽ ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ ആ കടയിലെ അതിൻ്റെ DVR എടുത്തിട്ട് നശിപ്പിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യും. പൂട്ടുപൊളിക്കാൻ പ്രതി പിക്കാസാണ് ഉപയോഗിച്ചത്. മോഷണശേഷം കാട്ടിൽ ഒളിപ്പിച്ച പിക്കാസും ക്യാമറയുടെ DVRും പോലീസ് കണ്ടെടുത്തു. പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മോഷണശേഷം സമീപത്ത് തന്നെ ഉപേക്ഷിക്കുന്നതാണ് ഇയാളുടെ രീതി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. ഡോക്ടർ വന്ദന